നിത്യസ്മൃതിയിലെ മുഖ്യ സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബഹുമാനപ്പെട്ട ഷഫീഖിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാരിമട എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. കുറച്ചു നാളായിട്ട് വയനാട്ടിലാണ്. കാരമടയിൽ ഒരു കുഞ്ഞു മോനുണ്ട്. ഞങ്ങൾ ഇരിക്കുക. അവന് 7 വയസ്സ് പ്രായമായി. അപ്പൊ ഞാൻ മോനിലെ വളരെ സീരിയസ് ആയിട്ട് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അപ്പൊ എന്റെ വാർത്തക്ക് പറഞ്ഞത് ഞാൻ പണം വയ്ക്കാൻ അപ്പൊ ഞാൻ ഉള്ളിൽ അപ്പൊ ഞാൻ സീരിയസ് ആയിട്ടൊരു എഴുത്തിലാണ്. പോയി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ അവൻ പോയി. പിന്നെ 1 മിനിറ്റ് ആയിട്ട് വീണ്ടും തിരിച്ചോ. എന്നിട്ട് പറഞ്ഞു, ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ കൊള്ളാം. പറഞ്ഞു. അല്ല, ഇവിടെ വരുന്ന ആളുകളോടൊക്കെ അപ്പൊ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുട്ടികൾ നമ്മളുടെ അടുത്ത് വന്നാൽ എത്ര ഗൗരവമുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് മാറ്റിവെച്ച് കുട്ടികൾക്ക് സമയം കൊടുക്കണം. ഇവിടെ വരുന്നവരോടൊക്കെ ഞാൻ പോകുമ്പോൾ പറയുകയാണ്, ഞാൻ ഈ ഗുരുവും ടീച്ചറും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ഗുരുനിത്യ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഈ ടീച്ചർമാരുടെ പ്രത്യേകത പഠിച്ചത് പഠിപ്പിക്കുന്നവരാണ് ടീച്ചർമാർ. അപ്പൊ ഞാൻ ഗുരുവിൽ നിന്ന് കുറെ കേട്ടിട്ടുണ്ട്. ഇതുപോലെ കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വചനങ്ങള്, സന്ദർഭങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ പോകുന്ന ഇടങ്ങളിലൊക്കെ പറയാറുണ്ട്. ടീച്ചർമാര് അവർ പഠിച്ചത്, അവർ ആർജിച്ചത്, അവരുടെ അറിവ് അവരുടെ മുമ്പിലുള്ള മനുഷ്യർക്ക് അങ്ങനെ തന്നെ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞോളൂ. പക്ഷെ ഗുരുക്കന്മാരുടെ പ്രത്യേകത അവർ ജീവിക്കുന്നതാണ്. അവർ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ കൂടുതൽ ജീവിക്കുന്നതാണ് പറയാം. ഞാൻ ഇങ്ങനെ 2-3 സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇന്ന് ഞാൻ കോഴിക്കോട് ട്രെയിൻ ചെയ്ത് വരുമ്പോൾ ഒരാൾ ഫോൺ വിളിച്ചിട്ട് വെച്ച് നിങ്ങൾക്ക് എവിടെയുള്ളത് ചോദിച്ചു. അപ്പൊ എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ നിങ്ങൾ ആരാണ് വിളിക്കുന്നത്? അപ്പൊ നല്ല എനിക്ക് നിങ്ങളിപ്പോ എവിടെ ഉള്ളതാണെന്നാണ് അറിയേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാളെ വിളിച്ചിട്ട് ഞാൻ എവിടെ ഉള്ളത്, എന്ത് നിങ്ങൾക്ക് വേണ്ടത് അത് പറയും. അപ്പൊ എന്റെ ശബ്ദം കുറച്ച് ചെറുതായിട്ട്. അപ്പൊ ആൾക്ക് ദേഷ്യം വേണമെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് സാധനം ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ എന്തിനാണ് ദേഷ്യം പിടിക്കുന്നത്? അല്ല, നിങ്ങൾ എന്തിനാണ് ദേഷ്യം പിടിക്കുന്നത്? ആള് ചോദിക്കാറ്. കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞങ്ങൾ 2 ആളും പോകുന്നത് ഇനിയിപ്പോ അപകടത്തിലേക്കാണ്. ഞാൻ പെട്ടെന്ന് കാമായിട്ട് ഞാൻ അദ്ദേഹത്തോട് സോറി, എന്താണ് സംഭവം? അല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് സാധനം ബുക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് പറപ്പൂരാണ്. അപ്പൊ നിങ്ങൾ എവിടെയെന്നാണ് അവിടെ എത്തിക്കാൻ സോറി ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പിന്നെ അതെന്നെ സൗമ്യമായി. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ ഇത്ര പഠിച്ചു, ഉപനിഷത്ത് പഠിക്കുന്നു, വേദാന്തം പഠിക്കുന്നു, ഗുരുക്കന്മാരുടെ കൂടെ താമസിക്കുന്നു, അതൊക്കെ നടന്ന് പറയുന്നു, പുസ്തകം എഴുതുന്നു. അപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. ഒരുപക്ഷെ നാരായണ ഗുരുവിന്റെ ഏറ്റവും വലിയ സംഭാവന, ഗുരു മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ ആദ്യം പറഞ്ഞ 2 വാക്കുകൾ, പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. നൂറ്റാണ്ടുകളായി നമ്മൾ തുടർന്നു വന്ന വലിയ വലിയ അറിവുകൾ പറയുകയും ഒക്കെ ചെയ്യുന്നിടത്ത് ഒരുപാട് സംഘർഷങ്ങൾ രൂപപ്പെടാൻ കാരണമായ മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളാണ് ശരി, നമ്മൾ മാത്രമാണ് ശരി എന്നുള്ളതാണ്. ഗുരുനിത്യപ്പോഴും പറയാനുള്ള ഒരു കാര്യം, തെറ്റും ശരിയും തമ്മിലുള്ള പ്രശ്നമല്ല നമ്മൾ മുമ്പിലുള്ളത്, 2 ശരികൾ തമ്മിലുള്ള പ്രശ്നമാണ്. എനിക്ക് 100% ഉറപ്പുള്ളൊരു ശരി. ഞാനിപ്പോ ഇന്ന് ഫോൺ വിളിക്കുമ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ 100% അദ്ദേഹത്തിന്റെ ശരി ന്യായീകരിക്കാനുള്ള കൃത്യമായ ന്യായങ്ങൾ നടത്താൻ പറ്റും. അദ്ദേഹം ദേഷ്യം പിടിച്ചത് ഞാൻ ദേഷ്യം പിടിച്ചതിന് കൃത്യമായ ന്യായങ്ങൾ നിരത്താൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ
ഞാനും നീയും തമ്മിൽ, മതങ്ങൾ തമ്മിൽ, തത്വചിന്തകൾ തമ്മിൽ, ദർശനങ്ങൾ തമ്മിൽ എന്നും യുദ്ധമുണ്ടായിട്ടില്ല. ശരികൾ തമ്മിലാണ്. ഞാൻ പറയുന്നതാണ് ശരിയായ ദൈവം എന്ന് ഒരാൾ പറയുമ്പോൾ അതല്ല ഞാൻ പറയുന്നതാണ് ശരിയായ ദൈവം എന്ന് പറഞ്ഞ് രണ്ടുപേരും യുദ്ധം ചെയ്യുന്ന ചരിത്രം കൂടിയാണ് മനുഷ്യന്റെ ചരിത്രം. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലേക്ക് കടന്നു വന്നിട്ടാണ് ഗുരു പറയുന്നത് വാദിക്കാനും ജയിക്കാനും പ്ലീസ്. ആദ്യത്തെ വളരെ ഒരു അപേക്ഷയായിട്ടുള്ള നമ്മൾ പറയും, അറിയാനും അറിയിക്കാനുമാണ്. ഇതെനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു. ഇത് ഭഗവത്ഗീതയും അല്ലെങ്കിൽ ബൈബിളും ഖുറാനും പഠിക്കുന്നതിനെ കുറിച്ചല്ല. അദ്ദേഹം എന്നോട് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോ അതിന് മറുപടി പറഞ്ഞാൽ പോലെ എനിക്ക് എന്തിനാണ് ഞാൻ അത് നിങ്ങൾ എന്തിനാണ് അത് ചോദിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉണർത്തുന്നത് എന്തിനാണ്? അതുകൊണ്ടൊരു ഗുരു അടുത്തൊരു വാക്ക് പറയുന്നത് സാഹോദര്യം സർവത്രം. ഈ സാഹോദര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. സാഹോദര്യം എന്ന് പറഞ്ഞാൽ സൗഹൃദം ഉണ്ടാക്കുക. അപ്പുറത്തിരിക്കുന്നതിനെ എന്നെ മാറ്റി വെച്ച് അപ്പുറത്തിരിക്കുന്നതിനെ മാനിക്കുന്നതിന് പറയുന്ന പേരാണ് സൗഹൃദം. സമാന ഹൃദയർക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കേണ്ടതില്ല, സൗഹൃദം അവിടെ ഉണ്ടാകും. മറ്റേതൊരു ഉണ്ടാക്കലാണ്. അകമണയാതെ അകതാരമർത്തിടയണം എന്നാണ് പറയുന്നത്. എളുപ്പമല്ല എന്ന് ഗുരുവിന് നന്നായിട്ട് അറിയാം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാവി ചെയ്തിടുന്നു. ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടയണം. അപ്പുറത്തിരിക്കുന്ന ആൾ പറയുമ്പോ എന്റെ ഉള്ളിൽ പ്രകോപിതരാകാതെ അതിനൊന്ന് അടക്കി വെച്ച് ഉള്ളിങ്ങനെ ട്രിഗർ ചെയ്ത് വയലൻസ് പൊന്തി വരുമ്പോൾ അതിനെ അടക്കി വെച്ചിട്ട് ആ ആളെ കേൾക്കാനുള്ള മനസ്സിനെ നിർത്തി വെക്കുക എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാനാണ്. ബൈബിളും ഖുറാനും ഗീതി ഒന്നാണെന്ന് ക്ലാസ് എടുക്കാൻ വളരെ ഈസിയാണ്. ഞാൻ ഈ കുട്ടിയുടെ ഈ ഒരു ഉദാഹരണം പറയുന്നത്, ഞാൻ ഗുരുവിദ്യയുടെ കൂടെ താമസിക്കുന്നു. ഗുരുവിന്റെ അവസാന കാലത്ത് ഗുരു ഋഗ്വേദത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും റെഫറൻസ് പുസ്തകങ്ങൾ ഇങ്ങനെ അടിച്ചു വെച്ച് രാവിലെ മലയാളത്തിൽ വൈകിട്ട് ഇംഗ്ലീഷില് വളരെ ഗഹനമായ ക്ലാസ്സാണ്. അതെല്ലാം കുറച്ച് പേര് എഴുതിയെടുക്കും. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസങ്ങളായി ഗുരു ആ ഒരു മൂഡിലാണ്, പൂർണ്ണമായിട്ട് ആ ഒരു മൂഡിലാണ് എല്ലാവരും. ആ സമയത്താണ് കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഗുരുവിലേക്ക് കയറി വരുന്നത്. ഡിഗ്രി ഫൈനൽ അതൊക്കെ പഠിക്കുന്ന ചിത്രം വരയ്ക്കുന്നു. അവള് ഗുരുവിന്റെ അടുത്ത് വന്ന അന്ന് മുതൽ ഗുരു ഋഗ്വേദത്തിന്റെ പഠനം സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ ചിത്രകലയാണ്, പിന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ പുസ്തകങ്ങളും ചിത്രകലയെ കുറിച്ച് പക്ഷേ ലോകത്തിലുള്ള ചിത്രകാരന്മാരുടെ ചിത്രങ്ങളുള്ള പുസ്തകങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം പെൺകുട്ടിയായി. ഗുരു തന്നെ പറയാറുണ്ട്, എനിക്ക് മേൽപ്പേര് വന്നത് ഞാൻ വിദേശത്ത് നിന്ന് ചിത്ര പുസ്തകങ്ങൾ തൂക്കിക്കൊണ്ടുവന്നു. അപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾക്ക് വളരെ കൂടുതൽ ആളുകൾ അസ്വസ്ഥരായി. നമ്മൾ ഇത്രയും ഗൗരവമുള്ള ആഴമുള്ള ഋഗ്വേദത്തിന് വ്യാഖ്യാനം എഴുതിപ്പെട്ടിരിക്കുന്ന സമയത്ത് എവിടുന്നോ കയറി വന്ന പെൺകുട്ടിക്ക് വേണ്ടി ബാക്കി എല്ലാവരെയും മാറ്റി വെച്ചിട്ട് ചിത്രകലയെ കുറിച്ച് വിൻസെന്റ് വാൻ ഗോഗിനെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നാരായണ ഗുരുവായാലും നടരാജ ഗുരുവായാലും ആ ഗുരുപരമ്പരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അവരവരെ വെളിപ്പെടുത്തലായിരുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ സിദ്ധാന്തം, എന്റെ തത്വചിന്ത, എന്റെ ഉള്ളിൽ നിറവുള്ളതായുള്ള ദർശനങ്ങൾ എന്റെ മുമ്പിൽ വരുന്നിരിക്കുന്നവർക്ക് വിളമ്പിക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു ദർശനമേ ആയിരുന്നില്ല നാരായണന്റെ ദർശനം. ഗുരു എല്ലാറ്റിനെയും കാണുക ചെയ്ത് അവരവരെ മാത്രം കാണുന്നത്, തന്നെ മാത്രം കാണുക. തന്റെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്, അതേപോലെ തന്നെയാണ് ചുറ്റിരിക്കുന്നവരുടെ വെളിച്ചമെന്ന് തിരിച്ചറിഞ്ഞ് അപ്പുറത്തിരിക്കുന്നവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു കണ്ണുണ്ടായിട്ടുണ്ടോ. അത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു മൂഡില് വെറുതെ ഒരു സാധാരണ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു കുട്ടി ഒന്ന് കടന്നു വന്നൊരു വാക്ക് പറയട്ടെ എന്ന് പറയുമ്പോ അസ്വസ്ഥമാകുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നു. തൊട്ടപ്പുറത്ത് എത്രയോ വർഷങ്ങളായി ധ്യാനിച്ച് വളരെ ആഴത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ സമയത്തിൽ കുട്ടി എല്ലാം മാറ്റി വെച്ചിട്ട് വളരെ സാധാരണ ചിത്രകല പറയുമ്പോൾ എന്നിട്ട് ആ കുട്ടി 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ 4ാമത്തെ ദിവസം കൂടെ എല്ലാവരോടും എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലരും അസ്വസ്ഥരാണ്.
അതിന് കാരണം ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം പറയുന്നതിന്റെ ഇടയിൽ നിസ്സാര കാര്യം പറഞ്ഞത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഋഗ്വേദമോ ചിത്രകലയോ എനിക്ക് പ്രസക്തമല്ല. ഋഗ്വേദവും എനിക്ക് പ്രസക്തമല്ല, ചിത്രകലയും എനിക്ക് പ്രസക്തമല്ല. എനിക്ക് പ്രസക്തമായിരിക്കുന്നത് എന്റെ മുൻപിൽ വന്നിരിക്കുന്ന കുട്ടിയാണ്. കേരളത്തിൽ നിന്ന് 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ ഫെഡ്ഹില്ലിലേക്ക് അന്ന് ബസ് കയറി വന്ന് 3 ദിവസം എന്റെ കൂടെ താമസിക്കണമെങ്കിൽ അവൾ എത്രമാത്രം വീട്ടിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. സമ്മതം കിട്ടും. അകത്തേക്കാണ് വരും. അവൾ സന്യാസിയായി. ഒരുപാട് തരത്തിലുള്ള അച്ഛനോടും അമ്മയുമായിട്ടൊക്കെ വാശി പിടിച്ച് തർക്കിച്ച് സ്ഥാപിച്ച് ന്യായീകരിച്ച് സമയം കണ്ടെത്തി കഷ്ടപ്പെട്ടാണ് കുട്ടിയോട് വന്നിട്ടുണ്ട്. ആ ഒരു കാഴ്ച ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പറയാൻ വളരെ എളുപ്പമാണ്. എനിക്ക് എന്റെ ശരിക്കെതിരെ ഒരാൾ സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം അസ്വസ്ഥനാണ്. അല്ലാതെ വളരെ കൂളായിട്ടൊന്നും നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നാരായണ ഗുരുവിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് അകമണയാതെ അകതാരമർത്തണമെന്ന് പറഞ്ഞു. ഒരു നിന്റെ 74-ാമത്തെ വയസ്സിൽ ആത്മകഥ എഴുതുന്നു. അതിന്റെ ഒരു ആമുഖത്തിൽ പറഞ്ഞൊരു വാക്ക്, എനിക്കിപ്പോൾ 74 വയസ്സായി. എന്റെ ഗുരു നടരാജ ഗുരു ഇപ്പോൾ ജീവിച്ചിരുന്നെന്ന് കരുതുക. എന്നേക്കാൾ സ്വാധീനം ചെലുത്തുന്ന ഒരാൾ നടരാജ ഗുരുവിന്റെ അടുത്ത് വന്നാൽ ഈ 74-ാമത്തെ വയസ്സിലും ചിലപ്പോൾ എനിക്ക് അസൂയ തോന്നും. എന്റെ അസൂയയെ ഞാൻ ഒരിക്കലും പഴിക്കില്ല. പക്ഷെ എന്റെ അസൂയ ആ ആൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന തരത്തിൽ പ്രതികരണമായി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ഇതിനാണ് അകമണയാതെ അകതാരമർത്തം. നാച്ചുറലായിട്ട് ഇരിക്കാൻ പറ്റില്ല, അഭിനയിക്കാനും പറ്റും. അത്ര പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ജീവിയാണ് നമ്മൾ മനുഷ്യർ. അറിവ് കൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാവില്ല. സംയമനം ശ്രമിക്കാനേ പറ്റും. അതുകൊണ്ടാണ് സംയമനത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇരുപുറവും വരുമാറ് അവസ്ഥയിൽ ഒരു ഒടി പടർന്നുയർന്നുമേയും തരുവിനടിക്ക് തപസ്സു ചെയ്തു വാഴും നരൻ വരാ നരകം നിലച്ചിടയാണ്. വരി കെട്ടുമ്പോൾ തന്നെ നമുക്കറിയാം മെനക്കെട്ട വടിയാണ്. അത്ര എളുപ്പത്തിലൊന്നും ബോധത്തിൽ അസ്വസ്ഥത വരാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അഭിനയിക്കാനേ പറ്റും. നമ്മളുടെ ശരികൾ സമ്മതിച്ചു തരുന്ന കൂട്ടത്തിന്റെ ഉള്ളിൽ ജീവിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പേടിക്കില്ല, അങ്ങനെയായിരുന്നില്ല. ഈ ഗുരുകുലത്തിന്റെ പ്രത്യേകത, ഞാൻ ഒരുപാട് ആശ്രമങ്ങളിൽ അതിനു മുമ്പും അതിനു ശേഷവും ഒരാളുടെ സ്വഭാവം വേറൊരാളുടെ സ്വഭാവമായിട്ട് നിരീശ്വരവാദികള്, യുക്തിവാദികള്, ശാസ്ത്രവാദികൾ, മ്യൂസിഷ്യന്മാര്, പൂർണ്ണ ഭക്തന്മാര്, അവിടെ ഗുരുവിന്റെ ക്ലാസ്സിനെ തന്നെ അടുക്കളയിൽ നിന്ന് നിരന്തരം വിമർശിക്കുന്നവര്, ഫ്രീക്കന്മാര്, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഇവിടെ നിന്ന് ജീവിക്കാൻ കൊള്ളാത്തവരെന്ന് കരുതി വന്നിട്ടുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഈ പ്രകടനത്തിന് കഴിയുന്നത്. ഇതിനെല്ലാം കൂട്ടിപ്പടച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഒറ്റ കാരണം കൊണ്ടാണ്. ആൾക്ക് അദ്ദേഹത്തിന്റെ പക്ഷത്തേക്ക് ആരെയും ക്ഷമിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഒരു സ്വപക്ഷം ഇല്ലായിരുന്നു. ഓരോ മനുഷ്യനും അവരവരുടേതായ വ്യക്തിത്വം ഉണ്ടെന്നും ആ ഓരോ വ്യക്തിത്വവും സ്വയം പൂർണ്ണമാണെന്നും അതിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടതും. നാരായണ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഗുരുനിത്യ നാട്ടിലെ തിരിച്ചെത്തിയ സമയത്ത് ശിവഗിരി സ്കൂളിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം. ആ സ്വീകരണം കൊടുത്തപ്പോൾ എല്ലാവരും നാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ ലോകത്തിലേക്ക് മുഴുവൻ പ്രചരിപ്പിച്ച ഗുരുനിത്യനെ പ്രകീർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതേ അവസാനം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്, ഞാൻ എവിടെയും നാരായണ ഗുരുവിനെ പ്രചരിപ്പിച്ചിട്ടില്ല. പേരെടുത്ത് പറഞ്ഞ് ഗുരുവിന്റെ പേരെടുത്ത് പറഞ്ഞ് ഗുരുവിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു കാമുകൻ തന്റെ കാമുകിയെ തന്റെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ ഗുരുവിന്റെ വെളിച്ചത്തെ എന്റെ ഹൃദയത്തിൽ പ്രണയപൂർവ്വം ചേർത്ത് വെച്ച് എന്റെ മുന്നിലേക്ക് മനുഷ്യന് വരുമ്പോൾ അവരുടെ ജാതി ഏതാണ്, മതം ഏതാണ്, ദേശം ഏതാണ്, ഭാഷ ഏതാണ്, പ്രായം ഏതാണ്, ലിംഗം ഏതാണ്, അവരുടെ അധികാരം ഏതാണ്, പ്രശസ്തി ഏതാണ്, ഇങ്ങനെ യാതൊന്നും നോക്കാതെ എല്ലാവരെയും മനുഷ്യരായി കണ്ട് ഒരുപോലെ സ്നേഹിക്കാനുള്ള ഒരു കണ്ണ് എനിക്ക് തന്നത് ഗുരു. അതുകൊണ്ട് ഞാൻ ആകെ ചെയ്തത് എന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നവരിൽ മനുഷ്യരെ കണ്ട് സ്നേഹിക്കുക മാത്രമാണ്. സ്നേഹത്തെ പ്രചരിപ്പിക്കാനല്ല ഗുരു, സ്നേഹത്തെ പ്രസരിപ്പിക്കാൻ.
രണ്ടു തമ്മിൽ ഒരുപാട് വ്യത്യാസം. നാരായണഗുരുവിനെ കുറിച്ച് ഞങ്ങൾക്ക് ഗുരുനിത്യ പറഞ്ഞൊരു സാഹചര്യം, നാരായണഗുരു എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ കയറി വരാവുന്ന ഇടങ്ങളിലാണ് ജീവിക്കാറ്. അകത്ത് പോയിട്ട് വാതിലൊക്കെ അടച്ച് മുമ്പിൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിർത്തിയിട്ടല്ല ഇരിക്കാറ്. ഏതൊരു മനുഷ്യനും ശുഗിരിയിലേക്കോ അല്ലെങ്കിൽ ആലുവ അഭിദാശ്രമത്തിലേക്കോ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ആ പറമ്പിലേക്ക് കയറി വരുന്ന ആർക്കും ആരുടെയും സമ്മതം ചോദിക്കാതെ ഉള്ളിലേക്ക് ഗുരുവിന്റെ അടുത്തേക്ക് കയറി വരാതെ ഒരിടത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഇരിക്കുക. അല്ലാതെ എല്ലാവർക്കും എന്റെ അടുത്തേക്ക് സമ്മതം ചോദിക്കാതെ തന്നെ കടന്നു വരാമെന്ന് പറഞ്ഞ് അകത്തിരിക്കുകയല്ലേ. ഞാൻ അങ്ങനെ തന്നെ കണ്ടത് കേൾക്കില്ല. ആ വാതിൽ തുറന്ന ആർക്കുള്ളിലേക്ക് കയറി ചെല്ലാൻ ഒരു തുറന്ന ഇടം ഒരു ഷൗക്കത്തിന്, ഒരു ജോസഫിന്, ഒരു പീറ്ററിന്, ഒരു മിയാക്കോ കമാട്ടയ്ക്ക്, ഒരു രമേഷിന് ഒക്കെ യാതൊരു അന്യതബോധവുമില്ലാതെ പ്രായം ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, സന്യാസിമാർക്ക്, യുക്തിവാദികൾക്ക് ഇങ്ങനെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരിടം. ഞാൻ ഗുരുവിനോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ടോ, നീ ധ്യാനിക്കാറുണ്ടോ എന്നല്ല ആദ്യം ചോദിച്ച ചോദ്യം. ഞാൻ ഇപ്പോൾ സത്യജിത്രയുടെ സിനിമകൾ കണ്ടിട്ടുണ്ടോ, ഫസ്റ്റ് ചോദിക്കാൻ അതൊക്കെ എന്ത് നമ്മുടെ പാഞ്ചജന്യസൂത്രം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ വലിയ ചോദിക്കാനായി. സത്യജിത്രയുടെ സിനിമ കണ്ടിട്ടുണ്ടോ, ഒന്ന് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ സ്ഥിരം പോവുകയാണ്. ഇപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് നേരെ പോലെ. എന്നിട്ട് ആ 3 സിനിമകൾ പതേർ പാഞ്ചാലിയും അബോൾ സെൻസാറും, അത് 3 സിനിമകളും ഗുരു അവിടെ ഇരുന്ന 3 രാത്രികൾ ഞാന്, ജോസഫ്, സുഗത ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുത്തി പ്രയർ ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് 3 ദിവസം ഇരുന്നിട്ട് സിനിമ കാണാൻ. ആ സിനിമ ഗുരു പറഞ്ഞത്, ഞാനിന്ന് പറഞ്ഞു കുഴൽക്കിണറിന്റെ കുളം ചുറ്റുപാടേക്ക് പ്രസരിക്കാത്ത ആഴങ്ങളൊക്കെ ഹിംസയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരിലേക്ക്, ജീവജാലങ്ങളിലേക്ക് കരുണയോടെയും കരുതലോടെയും പ്രസരിക്കാത്ത അറിവിനെ വായിക്കണം. അതാണ് നാരായണഗുരു പറഞ്ഞത്. അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിന് കരുവാകും ഗുരുവാകും ഇതേതിന്. ഗുരു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗുരു ഏറ്റവും കൂടുതൽ അമർഷത്തിന്റെ വേദനയുടെ ധ്വനിയോടുകൂടി വളരെ കുറച്ച് ശ്ലോകങ്ങൾ മാത്രമേ, വളരെ കുറച്ച്. അതിലൊന്നാണ് കരുണയില്ലാത്ത ജീവിതത്തെ കുറിച്ച് പറയുന്നത്. തൊലിയും എരുമ്പും അല ദുരന്തമന്ത കലകളും നീന്തും അകന്നുക പൊലിയും ഇതന്നെ പൊലിഞ്ഞും പൂർണ്ണമാകും വലിയൊരന്ത വരാവരം തലയണമോ അരുളില്ല എതെങ്കിലും അസ്ഥിതോത്സിരം നാവുന്ന ഒരു ഡമ്പു താനവൻ. ഇങ്ങനത്തെ വാക്കുകൾക്ക് വളരെ കുറച്ച് പറയും. അരുളില്ല ഏതെങ്കിൽ അസ്ഥിതോത്സിരം നാവുന്ന ഒരു ഡമ്പു താനവൻ മരുവിൽ പ്രവഹിക്കുന്നു ആ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാവും. നമുക്കില്ലാതെ പോയെങ്കിൽ നമ്മളുടെ ദാർശനിക ചരിത്രത്തിൽ, നമ്മുടെ തത്വചിന്തയുടെ ചരിത്രത്തിൽ, നമ്മുടെ മതങ്ങളുടെ ചരിത്രത്തിൽ പലപ്പോഴും ഇല്ലാതെ പോയത് അറിവ് ഒരുപാട് ഉണ്ടാവുകയും അലിവിന്റെ ഇടം കുറഞ്ഞു വരികയും ചെയ്യും. അറിവിന്റെ ഇടം കൂടിക്കൂടി അലിവിന്റെ ഇടം കുറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് ഒരുമിച്ചിരുന്ന് പറയാം എന്ന് പറയുന്ന ഇടം കുറഞ്ഞു. വാദിക്കുകയും ജയിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാരുണ്യത്തിലേക്ക്, കരുതലിലേക്ക് നാരായണഗുരുവൊക്കെയാണ് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അറിവ് നാരായണഗുരുവിനെ പോലെ അറിവ് പറഞ്ഞ ഇഷ്ടം പോലെയാണ് ഉണ്ടായി. അറിവ് ജീവിച്ച ഗുരുവിന്റെ അടുത്തേക്ക് ഗുരുവിനെ കാണുന്ന ഒരാള് ശിവഗിരിയിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ശിവഗിരിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ദേഷ്യം. ഗുരു ചിരിച്ചു പറയുന്ന വാക്കുകൾ, അയാൾ സ്വയം ശിക്ഷിച്ചിരിക്കുകയാണ്, നിങ്ങൾ കൂടി ശിക്ഷിക്കണം, അയാൾക്ക് ഒരു ഇളനീര് കിട്ടി. ആ ഒരു പെർസ്പെക്റ്റീവ് അറിയാൻ വളരെ എളുപ്പമാണ്. അത് ഉള്ളിൽ നിന്ന് വരാൻ എളുപ്പമല്ലത്. ഗുരുവിന്റെ വിഷയം എന്ന് പറഞ്ഞത് ഗുരുനിത്യയുടെ ആ ചിത്രകല പഠിക്കുന്ന കുട്ടി തന്റെ അടുത്ത് വരുമ്പോൾ ഗുരുതം മാറ്റിവെച്ച് ആ ചിത്രകല
പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനുള്ള മനസ്സുണ്ടായതിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ തന്റെ അടുത്തേക്ക് പ്രേതത്തെ പേടിച്ച് വന്ന പാവപ്പെട്ട ഒരു മനുഷ്യനിക്ക് പ്രേതശല്യം ഒഴിയാൻ വേണ്ടി കത്തെഴുതി കൊടുത്ത നാരായണ ഗുരുവിനാണ്. അല്ലാതെ പ്രേതം എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണോ, അത് വിദ്യയാണോ, നീ ആ സങ്കല്പത്തിൽ നിന്ന് മുക്തിയാകൂ എന്നൊന്നും പറയല്ല ഗുരു ആദ്യം ചെയ്യാം. നാരായണ ഗുരു ആദ്യം ചെയ്യാൻ ആദ്യം കൂടെ നിൽക്കുകയും ചെയ്യും. അവരുടെ കൂടെ നിൽക്കും. ഫസ്റ്റ് അവരെ ചേർക്കും. ഞാൻ കത്തെഴുതി കൊടുത്താൽ പ്രേതം പോകും എന്നാലും എഴുതില്ല. കാരണം ആളെ സംബന്ധിച്ചിടത്തോളം ദാർശനികമായ വ്യതകളൊന്നുമല്ല, മുൻപിലിരിക്കുന്ന വിഷമത്തിൽ നിന്ന് ആദ്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. ആദ്യം ഒരു തണൽ കിട്ടുക എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് വരുന്ന മനുഷ്യർക്ക് ആദ്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തത്വചിന്തകൾ, നിങ്ങളുടെ അറിവ് ഒരിക്കലും വിളംബരം ചെയ്യുന്ന ഒരു നിത്യപ്പെടുന്നത് ഒരു ചായ ഇട്ട് കൊടുക്കുക, സ്നേഹം പറയാം, സുഖം ചോദിക്കുക, കിടക്കാൻ ഇടം കൊടുക്കുക. എന്നിട്ട് ഒരു ഹൃദയ പാരസ്പര്യം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷമാവട്ടെ നിങ്ങളുടെ ദർശനങ്ങൾ പങ്കുവയ്ക്കൽ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു വൈകാരികമായ ഒരു ആത്മബന്ധം, ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ വ്യത്യസ്തമായ ആശയങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ വാദിക്കലും ജയിക്കലും ഉണ്ടാവില്ല. അറിയാതെ അറിയലും അറിയിക്കലുമോ. നാരായണ ഗുരുവിന്റെ അടുത്തായാലും ഗുരുനിത്യയുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഗുരുനിത്യയുടെ അടുത്ത് ഗുരുനിത്യയുടെ നേർവഴിക്ക് നയിക്കാൻ ആളുകൾ വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. നാരായണ ഗുരുവിന്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വന്നവരൊക്കെ പിന്നീട് സ്വയം ഈ ഗുരുക്കന്മാരുടെ കൂടെ എന്നാൽ അവരുടെ തത്വചിന്തയുടെ കൂടെ അല്ല ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ കുറച്ചുകൂടി അയവ് വരുത്തേണ്ടതുണ്ട്. എനിക്ക് സ്വാമി പറഞ്ഞതുപോലെ ആ മസൽ ഒന്ന് അയച്ചിടേണ്ടതുണ്ട്. ഞാൻ മാത്രമാണ് ശരി എന്ന് ഉറപ്പിക്കാതെ അപ്പുറത്തിരിക്കുന്നവരുടെ ശരികളെ കൂടി കാണാനുള്ള ഒരു ഉൾക്കണ്ണ് അത് ഇല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം എന്താണെന്നുള്ള ചോദ്യത്തിൽ നമുക്ക് സ്നേഹമുള്ളവരെ വേണ്ടവണ്ണം സ്നേഹിക്കാൻ പറ്റാത്ത മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം ശത്രുവിനെ സ്നേഹിക്കുന്ന കാര്യമല്ല. നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, സുഹൃത്തുക്കളെ നമുക്ക് അവർക്ക് വേണ്ട സ്നേഹിക്കാൻ നമുക്ക് കഴിയാറില്ല. നമ്മളുടെ അഭിപ്രായത്തിന്, നമ്മളുടെ താല്പര്യത്തിന് എതിരായ ഒരു വാക്ക് പറഞ്ഞു, ഒരു എതിർ ശബ്ദത്തെ സഹിഷ്ണുതയോടെ എടുക്കാൻ, ഏറ്റവും സ്നേഹമുള്ളവരുടെ ഒരു എതിർ ശബ്ദത്തെ പോലും സഹിഷ്ണുതയോടെ എടുക്കാനും അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാനും നമുക്ക് കഴിഞ്ഞില്ല. നമ്മളെ പൊട്ടിത്തെറിക്കും. പിന്നെ മോനയോട് അങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കണ്ടായിരുന്നു, ഭാര്യയോട് അങ്ങനെ വഴക്ക് പറയണ്ടായിരുന്നു, ഭർത്താവിനെ അങ്ങനെ അടിച്ചാക്ഷേപിക്കണ്ടായിരുന്നു. നിരന്തരം ഇങ്ങനെ ക്ഷമിക്കുന്നവരാ നല്ലത്. ഇവിടെ ഇതാണ് നാരായണൻ പറയാൻ ശ്രമിക്കുന്നത്. പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ. അത് ഞാനും ഞാൻ ഫോൺ വിളിച്ചാൽ ഞങ്ങളുടെ രണ്ടാളുടെ അവസ്ഥ പറയുന്നു. രണ്ടാളും യുക്തി പറയാണ്. അവൻ പറയാൻ ശ്രമിക്കുന്നതും ഞാൻ പറയാൻ ശ്രമിക്കുന്നതും രണ്ടാളും അയാൾക്ക് ആ സാധനം എന്റെ കയ്യിൽ എത്തിക്കണമെന്നാണ് ആഗ്രഹം. എനിക്ക് ആ സാധനം എത്രയും പെട്ടെന്ന് എന്റെ അടുത്ത് എത്തണം എന്നുള്ളതാണ്. ഒരേ മതസാരമാണ്, പക്ഷെ ഇതിൽ തർക്കിക്കും. ഞാൻ ചോദിക്കണം, ഞങ്ങൾക്ക് ആദ്യം കാര്യം പറഞ്ഞുകൂടെ? ആളുകൾ നിനക്ക് ദേഷ്യം പിടിക്കുന്നത് ഒരു കാര്യമില്ല. ഈ ഒരു അതിന്റെ ഒരു സൂക്ഷ്മമായിരിക്കുന്ന ഒരു ശരിയായിരിക്കുന്ന ഫലം കിട്ടുക, ആ ഫലത്തെ മുൻപിൽ വെച്ചുകൊണ്ടല്ല നമ്മൾ സംവദിക്കുന്നത്. അതിന് ആദ്യം നമ്മൾ തുടങ്ങും, പരസ്പരം തുടങ്ങും. നാരായണ ഗുരു ആയാലും ഗുരുനിത്യ ആയാലും നടരാജ ഗുരു ആയാലും അവരൊക്കെ ആദ്യം ചെയ്തത് അവർ തൊടലാണ്. ഗുരുനിത്യ എനിക്ക് ആദ്യകാലത്ത് നടരാജന്റെ കൂടെ ഫീൽഡിൽ താമസിക്കുന്ന കാലത്ത് ആ തെരുവിലുള്ള കുട്ടികൾ കൊലിച്ച് ചളിയൊക്കെ ആയിട്ട് കയറി വരും. നടരാജന്റെ മേലേക്ക് വരുമ്പോ ഗുരുനിത്യ പറയും, മക്കളെ പോയിട്ട് കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് വാങ്ങുന്നു പറയും. അപ്പൊ നടരാജ ഗുരുനിത്യയോട് പറഞ്ഞു, നിത്യ നൂറ്റാണ്ടുകളായി നമ്മൾ അവരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോവതിരെ ആ മൂക്കളെയും ചെളിയുമായിട്ട് അവിടെ നിങ്ങൾ വരട്ടെ, ഇത് നമുക്ക് കഴുകിക്കളയാവുന്നതേ ഉള്ളൂ. അവര് വന്നതിന്റെ അടുത്തിരുന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കൊടുക്കാം. നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ പോയി വൃത്തിയാക്കണ്ടെന്നല്ല പറയുന്നത്. ആദ്യം അവരത് ചേർത്ത് കിട്ടും. ആ കുറച്ച് മൂക്കുകൾ നമ്മളുടെ മേലെ ആയാലും കുഴപ്പമില്ല, അത് നമുക്ക് കഴുകിക്കളയാം.
അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പുറത്ത് വന്നിരിക്കുന്ന ഇപ്പൊ ഗുരുവിന്റെ അടുത്ത് വന്ന് ഗുരുവിനെ ശക്തമായി വിമർശിക്കുമ്പോൾ ഗുരു ചിരിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം തോന്നുന്നുണ്ട് എനിക്ക് 74 വയസ്സായി ഇനിയിപ്പോ പെട്ടെന്ന് മാറുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമാണ്. കാരണം ശീലിച്ചു പോയി ഇത്രയും നാൾ ജീവിതം ഇങ്ങനെ, ഇനി മറ്റൊരു ജീവിത ശൈലിയിലേക്ക് വരിക എന്ന് പറയുന്നത് പ്രയാസമാണ്. നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് ഗുരു തന്നെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വരുത്തുകയും അവർക്ക് വിളമ്പി കൊടുക്കുകയും വീണ്ടും വീണ്ടും കഴിപ്പിക്കുകയും അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർക്ക് തന്നെ പറഞ്ഞു പോയതിന്റെ കുറ്റബോധം ഓർത്ത് വിഷമം വരികയും വാദിച്ചും തർക്കിച്ചുമല്ലാതെ സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ വെളിച്ചത്തെ അടുത്തു വരുന്ന മനുഷ്യരിലേക്ക് പകരാൻ കഴിയുക എന്ന് ജീവിച്ചു പഠിപ്പിച്ച പരമാവധി പല പ്രാവശ്യം ഒരു വീണ് പോയിട്ടൊക്കെ, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന പരമാവധി ജീവിത സന്ദർഭത്തിൽ ഒരു വേദിയിലേക്ക് കടന്നു ചെന്നാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഇരിക്കാനുള്ള കസേര വളരെ വലുതും അതിന് മുകളിൽ പട്ടിന്റെ തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു താഴെ ഇരുന്നിട്ട് ആ കസേര മാറ്റി വയ്ക്കുന്ന ആൾ പറയും. അല്ലാതെ അവിടെ കയറി ഇരുന്നിട്ട് സമത്വത്തെ കുറിച്ച് പറയുകയല്ല ചെയ്തിട്ടുള്ളത്. എന്നതിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും എടോ കസേര എന്ന കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് മാറ്റുന്നു, ഒരുപോലത്തെ കസേരയിലാണ്. ഇത് ജീവിതത്തിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഗുരുകുലത്തിൽ കയറി ഒരു ചെറിയ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ അവസാനിപ്പിക്കും. എന്താണ് ഒരു ഗുരുക്കന്മാർ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ലോകത്തിലുള്ള അറിവ് സൂക്ഷ്മമായി പകർന്നു തന്നൊന്നുമല്ല. അറിവ് ഇനി നമുക്ക് അധികം ആവശ്യമില്ല. അറിവൊക്കെ ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞു. നമുക്ക് ആവശ്യം മര്യാദയാണ്. എങ്ങനെയാണ് നമ്മളുടെ മുൻപിൽ വരുന്നവരുടെ മര്യാദ പെരുമാറുക എന്നുള്ളത് അത് നമുക്ക് ഇനി എളുപ്പമല്ല പഠിച്ചെടുക്കാം. ഗുരുകുലത്തിലേക്ക് ഞാൻ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് ഒരു അച്ഛനും അമ്മയും അവരുടെ മകളും ഹസ്ബൻഡും 3 മക്കളും കൂടി കയറി തന്നു. അപ്പൊ ഗുരു എന്നോട് പറഞ്ഞു അവർക്ക് അവിടെ മസാല ഇടുക, എന്റെ മുമ്പിൽ ഞാനിപ്പോ വരാം, ടോയ്ലറ്റിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 4 കസേര, 3 കുട്ടികളാണ്, ഒരു 10 വയസ്സും 9 വയസ്സും 7 വയസ്സായ കുട്ടികൾ, പിന്നെ അച്ഛനും അമ്മ അവരുടെ മകളും ഹസ്ബൻഡ്. ഞാൻ 4 കസേര ഇട്ടു. ഗുരു വന്നവരി ഗുരു വന്നിട്ട് ആദ്യം എന്നോട് ചോദിച്ചത്, ഇവര് 7 പേരുണ്ടല്ലോ, പിന്നെ 4 കസേര. നമ്മളത് ചിന്തിച്ചിട്ടില്ല. കാരണം കുട്ടികൾക്ക് കസേര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുട്ടികൾ ജാതിയിൽ കുറഞ്ഞവരാണ്. നമ്മൾ ജാതി ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ശൂദ്രൻ, വൈഷ്ണവൻ, നായർ, ഇതൊന്നും അല്ല ജാതി. ജാതി പലതരത്തിലുണ്ട്. നമ്മൾ കുട്ടികൾ ജാതിയിൽ കുറഞ്ഞവരാ, മാനിക്കേണ്ടാത്തവരാണ്. അതേ ഞാൻ പക്ഷെ അതുവരെ അത് ചിന്തിച്ചിട്ടില്ല. ഒരു പറഞ്ഞ അവർക്കില്ലല്ലോ കസേര ഇടാൻ. ഞാൻ 3 കസേര ഇട്ടിട്ട് ആ 3 കുട്ടികളെ വിളിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നില്ല, ആ 3 കുട്ടികൾ കസേരയിൽ വന്നിരുന്ന രീതിയുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും കുട്ടികളെ വ്യക്തികളായി അംഗീകരിക്കുന്നത് അനുഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മളെപ്പോഴും അവരെ തള്ളി മാറ്റിയിട്ട് അവരെ മാനിക്കില്ല. എങ്ങനെയാണ് ജാതിയിൽ കുറഞ്ഞവർ എന്ന് പറയുന്ന മനുഷ്യരെ നമ്മൾ അവരെ മനുഷ്യരായി പോലും അംഗീകരിക്കാതെ മാറ്റി നിർത്തിയിരുന്നത്, അതുപോലെയാണ് നമ്മൾ കുട്ടികളെ മാറ്റി നിർത്തുന്നത്. അവരെ ഒരേ ആത്മാവാണെന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും നമുക്കത് തോന്നിയിട്ടില്ല. മുതിർന്നവർ മാത്രമാണ് ആത്മാക്കള്, ബാക്കിയുള്ളവരൊന്നും ആത്മാക്കളായിട്ട് തോന്നിയിട്ടില്ല. ആ കസേര ഇട്ട് കൊടുത്തത് മാത്രമല്ല, അടുത്തതാണ് ഇതിന് ഏറ്റവും ചിന്തിപ്പിച്ചൊരു കാര്യം. ഗുരുകുലത്തിന്റെ ഹിസ്റ്ററി പറയാം. പറയുമ്പോ നമ്മൾ സാധാരണ ഒരു 10 ആളുകളുടെ മുമ്പിൽ വന്നിരുന്നാൽ നമ്മൾ സംസാരത്തിൽ ഐ കോണ്ടാക്ട് കൊടുക്കുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാത്രമേ. ബാക്കിയുള്ളവർ നമ്മൾ നോക്കുക പോലും ചെയ്യില്ല. ആ ആളോട് സംസാരിക്കും, ബാക്കിയുള്ളവർ കേട്ടിരുന്നോളാണ്. ഇവിടെ ഗുരു ഇങ്ങനെ ഓരോരുത്തരും നോക്കി സംസാരിക്കും. കുട്ടികൾ അങ്ങനെയാണ് മക്കളെ നടരാജനും ഗുരുകുലം തുടങ്ങി. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു അങ്ങനെ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളല്ലായിരുന്നു, അവരറിവില്ലാത്തവരല്ലായിരുന്നു, അവർ തന്നെ പോലെ തന്നെ വ്യക്തികളാണെന്നും മനസ്സിലായി. അവരോട് വർത്തമാനം പറയാൻ, അവരുടെ കണ്ണിൽ നോക്കി, എല്ലാവരുടെയും കണ്ണിൽ നോക്കി വർത്തമാനം പറയാനുള്ള ഒരു ജീവിതം അവരിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നാരായണ ജീവിതത്തിൽ വലിയ ആൾക്കാരോട് മാത്രം അവരുടെ സംസാരിക്കും. ഒരേ പ്രാധാന്യത്തോടെ എല്ലാവരും
ഗുരുക്കന്മാരുടെ പ്രത്യേകത, നമ്മളും ഗുരുക്കന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്പെസിഫിക് ആണ്. അധികാരത്തിൽ, പ്രായത്തിൽ, ലിംഗത്തിൽ, പ്രശസ്തിയിൽ, അറിവിൽ, സ്ഥാനമാനങ്ങളിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മോടൊപ്പമോ അതിനു മുകളിലുള്ളവരെ മാത്രമേ നമ്മൾ വ്യക്തികളായി കാണൂ. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. താഴെയുള്ളവരെ പലരെയും നമ്മൾ കാണുന്നില്ല. പലരെ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അറിയാം, വേണ്ടത്ര റെസ്പെക്ട് ചെയ്യാറില്ല. സ്ത്രീകളൊക്കെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. നമുക്ക് അറിവിന്റെ കുറവുണ്ടായിരുന്നു. 1000 വർഷം മുമ്പ് ഗുരുനിത്യ എപ്പോഴും പറയും നമുക്ക് ഹിസ്റ്ററിയെ ഉണ്ടായിട്ടുള്ളൂ, വേറെ സ്റ്റോറി ഉണ്ടായിരുന്നില്ല. അന്നും ലോകം മുഴുവൻ ഒന്നാണെന്നും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളിലും സ്പന്ദിക്കുന്നത് ഒരേ ആത്മാവൊക്കെ അന്നുണ്ട് അറിവ്. പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യര്, ആ മനുഷ്യർ അന്നുണ്ടായിരുന്നു, പക്ഷെ സമൂഹം ഒരിക്കലും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നത് ഗുരുനിത്യയെ പോലെയുള്ള ഗുരുക്കന്മാരെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിക്കുന്നതിന്റെ ലക്ഷണം ആയിട്ട് എനിക്ക് എന്താണോ എനിക്ക് അപ്പോ എന്റെ മുറിയിലേക്ക് കയറി വരുമ്പോ ലാപ്ടോപ്പും എന്റെ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മാറ്റിവെച്ച് വാ നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നത് മനസ്സിലേക്ക് ഉണ്ടാവുന്നത് അന്നാണ് ഞാൻ അറിയുന്നത് ഇതിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നത്. നമസ്കാരം.